പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സ്ഥലം തിരഞ്ഞെടുക്കുന്ന ദൈവം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീന ഹൃദയങ്ങളിലേക്ക് സത്യത്തിൻ്റെ ജ്ഞാനം നൽകണമേ. സർവശക്തനായ ദൈവമേ, സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്ത് അഭിമാനിക്കാൻ അർഹതയുള്ള വേലക്കാരനായി അങ്ങയുടെ തിരുസന്നിധിയിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ അങ്ങയുടെ ദാസനെ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും അഭിഷേകം ചെയ്യണമേ. തളർന്ന ഹൃദയങ്ങൾക്ക് പുതിയ ജീവൻ നൽകണമേ. എല്ലാ വിധത്തിലും ഭാരപ്പെടുന്നവരിലേക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മാവിനെ നൽകണമേ. ഈ വചനങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ അന്ധകാരത്തിൻ്റെ കോട്ടകളും മാറിപ്പോകട്ടെ. ഈ വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ കുടുംബങ്ങളിലെ തടസ്സങ്ങൾ വിട്ടുമാറി ദൈവമക്കൾക്ക് ഒന്നിച്ച് വചനം കേൾക്കാൻ തക്കവിധം കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ക്രമീകരിക്കപ്പെടട്ടെ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ അത്ഭുത അഭിഷേകങ്ങൾ വ്യാപരിക്കട്ടെ, അഭിഷേകത്തിൻ്റെ അഗ്നി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥലം തിരഞ്ഞെടുക്കുന്ന ദൈവം. ഒരു ദിവസം ഒരു സഹോദരി വേദനയോടൊരു കാര്യം പറഞ്ഞു. അച്ഛാ, 19 വർഷമായി കഠിനമായ ശാരീരിക പീഡകൾ നിമിത്തം തളർന്ന ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ പടി കയറി ഉള്ളിലേക്ക് ചെന്ന് ഞാൻ ഹൃദയത്തിൽ നെടുവീർപ്പിട്ട് സഖിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, 19 വർഷമായി എൻ്റെ ശരീരത്തിൽ നിഗൂഢമായി കുടികൊള്ളുന്ന ഈ രോഗപീഠ ഇവിടെ വെച്ചെങ്കിലും കണ്ടെത്താൻ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വെച്ച് അന്ന് ഡോക്ടർമാർ ആ സഹോദരിയെ ചെക്കപ്പ് ചെയ്തപ്പോൾ ആ സഹോദരി 19 വർഷമായി പീഡിപ്പിച്ചിരുന്ന രോഗപീഠ, നിഗൂഢമായ രോഗപീഠകൾ കണ്ടെത്തുകയും ആ മകൾക്ക് അത്ഭുത വിടലിനുള്ള വഴി തെളിയുകയും ചെയ്തു. ആ സഹോദരി പറയുകയാണ്, ഇതിനു മുമ്പ് എപ്പോഴും രോഗം വരുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ ഞാൻ വീട്ടിൽ പറയും, എൻ്റെ സ്നേഹിതരോട് പറയും, എൻ്റെ പലരോടും പറയും. എന്നാൽ അവരെല്ലാം പറയും, നിനക്കൊരു രോഗവുമില്ല, നീ വെറുതെ അഭിനയിക്കുക. അങ്ങനെ ഞാൻ വേദന സഹിച്ചു. അവരെന്നെ പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ടുണ്ട്, പല ഡോക്ടർമാരുടെ അടുത്തും കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അന്ന് അവർക്കൊന്നും എൻ്റെ ഉള്ളിൽ, എൻ്റെ ശരീരത്തിൽ കൊണ്ടുകൊള്ളുന്ന രോഗപീഠയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ 19 വർഷം സഹിച്ചാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ എൻ്റെ വീട്ടുകാർ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആ ഹോസ്പിറ്റലിൽ പടി കയറിയപ്പോൾ ഞാൻ നെടുവീർപ്പോടെ ദൈവത്തോട് പറഞ്ഞു, സഹിയോനിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇവിടെ വെച്ചെങ്കിലും എൻ്റെ രോഗം കണ്ടുപിടിക്കാൻ ഡോക്ടർമാരെ സഹായിക്കണേ. അവിടെ വെച്ച് എൻ്റെ രോഗത്തിൻ്റെ കാരണം കണ്ടെത്തി. ഹല്ലേലൂയ. ഞാൻ ഇത് കേട്ടപ്പോൾ ചിന്തിച്ചു, ഇതൊരു അന്ധവിശ്വാസമായിരിക്കാം. അല്ലാതെ ഒരു സ്ഥലം, ലോകത്തിലെ എല്ലാ സ്ഥലവും ഒരുപോലെയല്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്നാൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ ധാരണയെ തിരുത്തി. മക്കബായരുടെ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ അധ്യായം 19ഉം 20ഉം വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചന പ്രകാരം പഠിപ്പിക്കുന്നു. കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലത്തെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലത്തെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥലം തിരഞ്ഞെടുക്കുന്ന ദൈവം. എന്തിനു വേണ്ടിയാണ് ദൈവം സ്ഥലം തിരഞ്ഞെടുക്കുന്നത്? തനിക്ക് വസിക്കാനോ? തനിക്ക് ആലയം പണിയാനോ? തനിക്ക് സിംഹാസനം ഒരുക്കാനോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തൻ്റെ ജനത്തിന് ആശ്വാസം അരുളാൻ, തൻ്റെ ജനത്തിന് സൗഖ്യം നൽകാൻ, ഈ ലോകത്തിൽ ആർക്കും വിടുതൽ കൊടുക്കാൻ പറ്റാത്ത വലിയ കടുംകെട്ടുകളിൽ വിടുതൽ നൽകാൻ തൻ്റെ ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുന്ന ദൈവം, ആ ദൈവമാണ് ബൈബിളിലെ ദൈവം. തൻ്റെ ജനത്തിനു വേണ്ടി വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് പോലെ, പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ തൻ്റെ ജനത്തിനു വേണ്ടി സ്ഥലത്തെ തിരഞ്ഞെടുക്കുന്നൊരു ദൈവം ബൈബിളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2 മക്കബായർ 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ. വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലത്തെ തിരഞ്ഞെടുക്കുകയാണ് അവിടുന്ന് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ചെല്ലുന്നവർ, ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നവർ, ആ സ്ഥലത്ത് ശുശ്രൂഷകൾ പങ്കെടുക്കുന്നവർ അത്ഭുതങ്ങൾ, വിടുതൽ, സൗഖ്യങ്ങൾ, അഭിഷേകങ്ങൾ പ്രാപിച്ച് കുഞ്ഞാട്ടിൻ കുട്ടികളെ പോലെ തുള്ളിച്ചാടി വരുന്നത് അനേക സ്ഥലങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഫാത്തിമ, ലൂർദ്, അതുപോലെ വേളാങ്കണ്ണി, ഇതുപോലുള്ള ഒത്തിരി തീർത്ഥാടന സ്ഥലങ്ങളെക്കുറിച്ച്, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളെക്കുറിച്ച് അനേക അനുഭവസ്ഥർ വർണ്ണിക്കുന്നത് നിങ്ങളുടെ കാതുകൾ കൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. എന്താ സ്ഥലത്തിൻ്റെ പ്രത്യേകത? എന്താ മണ്ണിൻ്റെ പ്രത്യേകത? എന്താണ് ആ കാലാവസ്ഥയുടെ പ്രത്യേകത? ദൈവം അത് തൻ്റെ ജനത്തിന് അനുഗ്രഹത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ലോകത്തിലുണ്ട്, ഒരുപാട് ഇടങ്ങൾ ഈ ലോകത്തിലുണ്ട്. ദൈവം സ്ഥലം തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 12-ാം അധ്യായം 5-ാം വാക്യം, നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം.
ചില വ്യക്തികൾ ഇങ്ങനെ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ പറയണത് ഇങ്ങനെയാണ്: ഞാൻ പള്ളിയിൽ പോകുന്നില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്. ഞാൻ കൈക്കൂലി വാങ്ങിക്കുന്നില്ല, ഞാൻ പുകവലിക്കുന്നില്ല, ഞാൻ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നില്ല, ഞാൻ നേരായ മാർഗത്തിൽ ജീവിക്കുന്നവനാണ്, ഞാൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്നില്ല, ഞാൻ പള്ളിയിൽ പോകുന്നില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താൻ്റെ ഒരു നുണച്ചിന്തയാണത്. നിങ്ങൾ വഞ്ചിതരാകരുത്. എന്താ ദൈവമായ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, നിങ്ങൾ കൈക്കൂലി വാങ്ങിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ പുകവലിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം ഇതാണ് കൽപ്പിച്ചിരിക്കുന്നത്. തൻ്റെ നാമം സ്ഥാപിക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. നിങ്ങളുടെ അടുത്തുള്ള ഇടവക ദേവാലയത്തിൽ, നിങ്ങളുടെ അടുത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ, നിങ്ങളുടെ അടുത്തുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ, നിങ്ങളുടെ അടുത്തുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ, നിങ്ങളുടെ അടുത്തുള്ള പ്രാർത്ഥനാ സങ്കേതത്തിൽ, നിങ്ങളുടെ അടുത്തുള്ള പുണ്യസ്ഥലങ്ങളിൽ, നിങ്ങളുടെ അടുത്തുള്ള ദൈവിക ഇടങ്ങളിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ, ഞാൻ അവിടെ പോയിട്ടില്ല, ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല എന്നുള്ളത് ഒരു ക്രെഡിറ്റായി നിങ്ങൾ എണ്ണരുത്. അതൊരു തെറ്റ് തന്നെയാണ്. നിങ്ങൾ പോയില്ല എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റ് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ അച്ഛൻ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടൻ പറയുകയാണ്: അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശരിക്കും എൻ്റെ അടുത്ത് വരും. എൻ്റെ 2 കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകും. ഞാൻ രാത്രിക്കും 2 മിനിറ്റ് പ്രാർത്ഥിക്കും, രാവിലെയും 2 മിനിറ്റ് പ്രാർത്ഥിക്കും. ഈ രൂപത്തിന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് ശരിക്കും കണ്ണുനീര് വരും അച്ഛാ. ഞാൻ ചോദിച്ചു: ചേട്ടൻ എന്നിട്ട് ദേവാലയത്തിൽ കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ടോ? ഞായറാഴ്ചയും ദേവാലയത്തിലൊന്നും പോകുന്നില്ല അച്ഛാ. അതൊന്നും ഇല്ല, എനിക്ക് നല്ല അനുഭവം ഇവിടെ തന്നെ ഉണ്ടച്ചാ. ധ്യാനകേന്ദ്രത്തിൽ എവിടെയെങ്കിലും പോയൊരു താമസിച്ചുള്ള ധ്യാനം കൂടിയുണ്ടോ? ഇതുവരെ ഞാനൊന്നും പോയിട്ടില്ല. അതൊന്നും എനിക്ക് ആവശ്യമില്ല അച്ഛാ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം ഇവിടെ ഇപ്പോൾ ശരിക്കും ഉണ്ട്. ആ ചേട്ടൻ പറയാണ്: ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം പോലും എൻ്റെ ദൈവം എനിക്ക് മുടക്കിയിട്ടില്ല അച്ഛാ. അത്രയും ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ചേട്ടൻ്റെ ധാരണ എങ്ങനെയാണ്? ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ എൻ്റെ ദൈവം ഒരു കാര്യം എനിക്ക് മുടക്കിയിട്ടില്ല, അത്രയ്ക്കും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ധ്യാനകേന്ദ്രത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന വിപരീതമായ ഒരു നടപ്പാണത്, തെറ്റായ ഒരു നടപ്പാണത്. ദൈവത്തിൻ്റെ അനുഭവം കൂടുതലുള്ളവരാണ് കൂടുതൽ പോകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരുടെയൊക്കെ ധാരണ ഏതോ പാപികളാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടത് എന്ന മറ്റെയാണ്. ഹല്ലേലൂയ. തെറ്റായ ധാരണയാണത്, പൈശാചികമായ നുണബോധമാണത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അടുപ്പവും ദൈവത്തിൻ്റെ അനുഭവവും കൂടുതലുള്ളവർ കൂടുതൽ ദൈവിക സ്ഥലങ്ങളിലേക്ക് പോകണം. കാരണം അവർ കൂടുതൽ ദൈവത്തെ മാനിക്കുന്നവരാണ്, അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മാനിക്കുന്നവരാണ്, അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിലമതിക്കുന്നവരാണ്. അവർ കൂടുതൽ പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം, എൻ്റെ നാമം വഹിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്ഥലം തിരഞ്ഞെടുക്കും. നിയമാവർത്തന പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം: അപ്പോൾ തൻ്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. സ്ഥലം തിരഞ്ഞെടുക്കുന്ന ദൈവം, സ്ഥലം തനിക്ക് വേണ്ടി തൻ്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ദൈവം. എന്താ സ്ഥലത്തിൻ്റെ പ്രത്യേകത? അങ്ങനെ തൻ്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുത്താൽ അവിടെ ഒരു ദൈവവേദൽ വന്നാൽ ദൈവം അവർക്ക് സന്തോഷം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. യെശയ്യായുടെ പുസ്തകം 56-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം: എൻ്റെ സ്ഥലത്ത് വെച്ച്, എൻ്റെ പ്രാർത്ഥനാലയത്തിൽ വെച്ച് ഞാൻ അവർക്ക് സന്തോഷം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ വെച്ച് ഞാൻ അവർക്ക് സന്തോഷം കൊടുക്കും. എന്തിനു വേണ്ടിയാണ് ദൈവം സ്ഥലം തിരഞ്ഞെടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് തൻ്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി ദൈവം പ്രത്യേക ഇടങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? തൻ്റെ ജനത്തിന് സന്തോഷം നൽകാൻ, തൻ്റെ ജനത്തിന് സമാധാനം നൽകാൻ, തൻ്റെ ജനത്തിന് വിടുതൽ നൽകാൻ, തൻ്റെ ജനത്തിന് സൗഖ്യം നൽകാൻ, തൻ്റെ ജനത്തിന് ആത്മാവിനെ നൽകാൻ, തൻ്റെ ജനത്തിന് സ്വർഗീയ അനുഭവങ്ങൾ നൽകാൻ ദൈവം തനിക്കായി തൻ്റെ നാമം സ്ഥാപിക്കാനായി ഇടങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം, സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. 2 സാമുവേൽ 7:11: എൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. ഇന്നും ദൈവം അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് തൻ്റെ ജനത്തിന് വേണ്ടി കൽപ്പിച്ച് നൽകുന്നില്ലേ?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകർച്ച കൂടുന്നതനുസരിച്ച് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി രക്ഷയ്ക്കുള്ള, വിടുതലിനുള്ള, അഭിഷേകത്തിനുള്ള, സൗഖ്യത്തിനുള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് കൽപ്പിച്ച് നൽകുന്നു. എൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ച് കൊടുക്കും. 2 സാമുവേൽ 7:11. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യം മാത്രമേ ഈ ലോകത്തിൽ സത്യമായിട്ടുള്ളൂ എന്ന് ചിന്തിച്ച് വശാകരുത്. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇടവക ദേവാലയം, തീർത്ഥാടന കേന്ദ്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, മറ്റനേകം ദൈവിക സാന്നിധ്യമുള്ള ഇടങ്ങൾ, സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, അവിടെ സാധിക്കുന്നത് പോലെ ദൈവിക ആരാധനകൾക്കായി പോകണം, പ്രാർത്ഥനകൾക്കായി പോകണം, വചനം ശ്രവിക്കാൻ വേണ്ടി പോകണം. ഇത് ദൈവവചന പ്രകാരമുള്ള ഒരു കടമയാണ്. ഇത് ദൈവവചന പ്രകാരമുള്ള ഒരു കടമയാണ്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ നാമം സ്ഥാപിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് ഞാനും നിങ്ങളും അങ്ങോട്ട് പോകണം. ഇത് ദൈവവചന പ്രകാരമുള്ള ഒരു കടമയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്നുവരെയും ഒരു ധ്യാന കേന്ദ്രത്തിലും പോയിട്ടില്ല എന്നുള്ളത് ഒരു ക്രെഡിറ്റ് അല്ല. ഹല്ലേലൂയ. ഞാൻ ഇന്നുവരെയും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലും പോയിട്ടില്ല എന്നുള്ളത് ഒരു മേന്മയല്ല. ഹല്ലേലൂയ. ഞാൻ ഇന്നുവരെയും ഒരു പുണ്യസ്ഥലവും സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ മഹത്വമായിട്ട് ആരും എണ്ണരുത്. ഹല്ലേലൂയ. ദൈവം കൽപ്പിക്കുന്നു, നിങ്ങൾ പോകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, തകർച്ചകളിൽ നിന്നും, രോഗത്തിൽ നിന്നും, തിന്മയിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, തഴക്കദോഷങ്ങളിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്നും വിടിവിപ്പാൻ അവിടുന്ന് വിശുദ്ധ സ്ഥലങ്ങളെ അനുഗ്രഹിച്ചുയർത്തുന്നു. തൻ്റെ ജനം അങ്ങേ അന്വേഷിച്ച് വിശുദ്ധ സ്ഥലത്ത് വന്ന് കൈകൾ ഉയർത്തുമ്പോൾ കർത്താവെ, അവിടുന്ന് ഇഷ്ടത്തോടെ എഴുന്നള്ളി വന്ന് തൻ്റെ പ്രിയജനത്തെ പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും അത്ഭുതകരമായി വിടുവിക്കുന്ന നിരവധി സംഭവങ്ങൾ ഞങ്ങൾക്ക് ചുറ്റിലും ഈ കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിശ്വാസത്തിൻ്റെ കോട്ടകളിരിക്കുന്ന ദൈവമക്കളിൽ നിന്ന് അവിശ്വാസ ദുർബോധങ്ങളെ ഇപ്പോൾ ആട്ടിപ്പായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിമിഷങ്ങളിൽ ഹൃദയങ്ങൾ തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി അവൻ്റെ മേൽ നിറഞ്ഞു നിന്നിരുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഇതാ 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനയിലൂടെ അനേകരെ സുഖപ്പെടുത്തി കടന്നുപോയ യേശുനാഥൻ ഇപ്പോൾ മനസ്സിൽ തളർന്നിരിക്കുന്നവർ യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ശരീരത്തിൽ രോഗപീഠകളോടിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിനെ വിളിക്കുക. ഇതാ അവിടുന്ന് അനേകരെ സുഖപ്പെടുത്തി കടന്നു പോകുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്നവർ ഇപ്പോൾ യേശുവിനെ വിളിക്കുക, യേശുവിനെ വിളിക്കുക. യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 20-ാം വാക്യം: അവിടുന്ന് സിയോനിലേക്ക്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിന്റെ സന്തതികളിലേക്ക് രക്ഷകനായി വരും. പ്രഭാതം പോലെ അവിടുത്തെ ആഗമനം സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഏകാഗ്രതയോടെ നമുക്ക് അവിടുത്തെ വിളിക്കാം. കടബാധിതയാൽ ഭാരപ്പെടുന്നവരാണോ? ഇപ്പോൾ സാമ്പത്തിക ക്ലേശങ്ങളെക്കുറിച്ചുള്ള മനോവിഷമങ്ങൾ യേശുവിൻ്റെ പക്കൽ സമർപ്പിക്കുക. നിങ്ങൾ ഇരിക്കുന്ന മുറികളിലിരുന്ന്, നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിലിരുന്ന് കണ്ണുകൾ അടച്ച് 2 കരങ്ങളും ജീവിക്കുന്ന ദൈവത്തിങ്കലേക്ക് ഉയർത്തി, ഹൃദയം ദൈവത്തിങ്കലേക്ക് ഉയർത്തി ഇപ്പോൾ വിശ്വാസത്തോടെ അവിടുത്തെ വിളിക്കുമെങ്കിൽ, മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ഈ നിമിഷം അത്ഭുതത്തിൻ്റെ നിമിഷമായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഉന്നതമായ ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ.
രോഗശാന്തി അഭിഷേകം സകല ജനത്തിൻ്റെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ, ഇപ്പോൾ നിലവിളിക്കുന്നവർ, ഇപ്പോൾ കണ്ണുനീരൊഴുക്കുന്നവർ, ഇപ്പോൾ സങ്കടപ്പെടുന്നവർ അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്ത പ്രകാരം വിടുതലും സൗഖ്യവും കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടെ. കൈകൾ ഉയർത്താൻ പറ്റാത്തവർക്ക് ഇപ്പോൾ സൗഖ്യം ലഭിക്കട്ടെ. നടുവേദനയാൽ ക്ലേശിക്കുന്നവർക്ക് അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. പലതരത്തിലുള്ള മാറാരോഗങ്ങളാൽ കണ്ണുനീരോടെ നിലവിളിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ ശക്തി ഇപ്പോൾ പ്രകടമായി അനുഭവപ്പെടട്ടെ. അത്ഭുത സൗഖ്യം, അത്ഭുത ശക്തി, അത്ഭുത സൗഖ്യം എല്ലാവരുടെ മേലും പകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കഴിഞ്ഞ ഫെബ്രുവരി മാസം 12-ാം തീയതി ഇവിടെ വന്ന് ധ്യാനം കൂടി. അതിൽ ഞാൻ പുകവലി, മുറുക്ക്, കഞ്ചാവ്, മറ്റേ പാൻപരാഗ്, ഹാൻസിൻ്റെ എന്തെല്ലാം ഐറ്റം ഉണ്ട്, ഇതെല്ലാം എല്ലാ ഐറ്റങ്ങളും ഉപയോഗിക്കുമായിരുന്നു. ഇവിടെ വന്ന് ധ്യാനത്തിൻ്റെ സമയത്ത്, വ്യാഴാഴ്ച ആരാധനയുടെ സമയത്ത് ഒരു ഷോക്ക് അടിക്കുന്ന മാതിരി തോന്നി. പിന്നെ എന്തോ ഈ എന്തോ ഒരു സാധനം, കൊള്ളി പോലെ എന്തോ സാധനം പറന്നു പോകണ തോന്നി ആരാധനയുടെ സമയത്ത് രാത്രി വൈകുന്നേരം. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഒരു മാസം കഴിഞ്ഞ പിന്നെയാണ് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. വീട്ടിൽ വരുമ്പം എന്നെ മറ്റേ മമ്മിയും പപ്പയൊക്കെ പറയുന്നത്, എൻ്റെ മുഖത്ത് നോക്കുന്നത് പിശാചിനെ കാണുന്നത് ഒരുപോലെയാണ്. ഇപ്പം എനിക്ക് കർത്താവ് പൂർണ്ണമായിട്ട് മോചനം തന്നു. ഇന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു സാധനം ഉപയോഗിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാനിവിടെ വരുമ്പം എനിക്ക് ഇടത്തുകാലം മുട്ട് ശരിക്കും കുത്തത്തില്ലായിരുന്നു. ബലം കൊടുത്ത് നിൽക്കാൻ പറ്റില്ല. കുത്തി തന്നെ വലത്തുകാലിൽ വേണം വെയിറ്റ് കൊടുക്കുക. ഇവിടെ വന്ന് ഇത്രയും നേരം മുട്ട് നിർത്തിയിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ശരിക്കും മുട്ട് കുത്തി നിൽക്കാം. ഹല്ലേലൂയ. അത്ഭുത സൗഖ്യം കർത്താവ് നൽകി. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിനെ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിനെ. പേര് റീജ. ഞാൻ നിലമ്പൂർ എടക്കര ഭാഗത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 5-6 വർഷമായിട്ട് നന്നായിട്ട് നടുവേദന അനുഭവപ്പെടാറുണ്ട്. കുറച്ച് സമയം നടന്നു കഴിയുമ്പോൾ എനിക്ക് 2 കാലിലും ഭയങ്കരമായിട്ട് വേദനയുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അലോപ്പതി മെഡിസിൻ തന്നു. കുറച്ച് നാൾ കഴിച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു MRI ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. MRI ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടില്ല. എനിക്ക് തോന്നി സെഹിയോയിൽ വന്നൊന്ന് ധ്യാനിക്കാമെന്ന്. ഇവിടെ വന്ന് ധ്യാനം കൂടി. എനിക്ക് വന്ന ദിവസങ്ങളിലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു നടുവേദനയൊക്കെ. ആരാധനയുടെ സമയത്തൊക്കെ ഈശോ എനിക്ക് മാറ്റി തന്നു. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എനിക്ക് തോന്നി കിടക്കാൻ നേരത്തൊക്കെ നോക്കാം. കിടക്കുമ്പോൾ ഞാനിങ്ങനെ പൊസിഷൻ പലപ്പോഴും മാറി കിടക്കുമായിരുന്നു. കാരണം എനിക്ക് നേരെ നിവർന്ന് കിടക്കുമ്പോൾ നന്നായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. മമ്മി പറയായിരുന്നു എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് നിനക്ക് അങ്ങനെ അനുഭവപ്പെടുന്നതെന്ന് തോന്നുമായിരുന്നു. അപ്പം ഞാൻ സെഹിയോയിൽ വന്ന് ധ്യാനിച്ചു. ആരാധനയുടെ സമയത്ത് എനിക്ക് കുറവ് തോന്നി. ഞാൻ കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ പലപ്പോഴും നോക്കി എങ്ങനെയുണ്ട്, കുറവുണ്ടോയെന്ന്. ഇന്നലെ ഞാൻ കുമ്പസാരം കഴിഞ്ഞപ്പോൾ എനിക്ക് കുമ്പസാരത്തിലൂടെ പാപമോചനം കിട്ടി. പോരാത്തതിന് എനിക്ക് രോഗശാന്തിയും ദൈവം എനിക്ക് നൽകി. ആന്തരിക സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് നന്നായിട്ട് കുറവ് അനുഭവപ്പെട്ടു. ഇപ്പം എനിക്ക് ഇന്നലെ ആന്തരിക സൗഖ്യത്തിൻ്റെ ആരാധനയുടെ സമയത്ത് ഞാൻ മുഴുവൻ സമയവും മുട്ടുകുത്തി നിന്നു. എനിക്ക് ഒരു വേദന അനുഭവപ്പെട്ടില്ല. അതുപോലെ എനിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട്. 1 വർഷത്തോളമായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ക്ലിയർ ആവാൻ പറ്റിയിട്ടില്ല. ഇന്നലെ അച്ഛനിവിടെ വിളിച്ചു പറഞ്ഞു വിദേശത്തേക്ക് പോകാനുള്ള ഒരു മകളുടെ എല്ലാ തടസ്സവും നീക്കി തരുന്നുണ്ടെന്ന്. അത് ഞാനാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് നടുവേദന കുറവാണ്ടിരുന്നപ്പം ഞാനിങ്ങനെ ഓർത്തു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ വന്നിട്ടെന്ന്. അപ്പോൾ റെനീഷൻ പറഞ്ഞു ഊട്ടുമുറി ശുശ്രൂഷയ്ക്ക് പാത്രം ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് കഴുകിയെടുക്കാനായിട്ട് ആരെങ്കിലും സഹായിക്കണമെന്ന്. അപ്പം എനിക്ക് തോന്നി നടുവേദനയുള്ളവർ പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും എനിക്കൊന്ന് ഞാൻ തന്നെ പോവാം, കാരണം എനിക്ക് നടുവേദനയുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഊട്ടുമുറിയിൽ എല്ലാ ദിവസവും ശുശ്രൂഷ ചെയ്തു. ഇതുവരെ എനിക്ക് നടുവേദനയില്ല. എല്ലാം ഈശോ പൂർണ്ണമായി മാറ്റി തന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശുക്രിസ്തുവിന്നും ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലേ, എല്ലാം എന്നേശുവത്രേ.